അസുഖ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കണ്ടപ്പോ? എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയും. ബാക്കിലൊരാളെ ഹാപ്പി ആയോ എല്ലാവരും? പ്രേക്ഷകരോട് കണ്ടപ്പോ പല സ്ഥലങ്ങളിലും ആളുകൾ കൈയടിക്കുന്നത് കണ്ടപ്പോ ഇതൊക്കെ സംസാരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയും. എങ്ങനെയുണ്ടെന്ന് പ്രേക്ഷകരിൽ പറയണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് കേൾക്കാൻ തന്നെ നമ്മുടെ ഒരു നീണ്ട കാലത്തെ എന്താ പറയുക എഫേർട്ടാണ് ഇന്ന് തിയേറ്ററിൽ എത്തിയത്. യാതനകളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്താണ് ഇത് ഒരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഡയറക്ടർക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടമ. ഞാൻ അത് മാത്രമല്ല, ഈ പോയ പോലെ തന്നെ കുറെ കോടതി കേസൊക്കെ ആയിട്ട് പോയിട്ടാണ് തിയേറ്ററിൽ ചിത്രം എത്തിച്ചത്. അപ്പം അത് ജനങ്ങൾ ഏറ്റെടുക്കണോ, അത് ഇഷ്ടപ്പെടുന്നു, ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് അറിയുന്നത് വലിയ സന്തോഷം. ഈ ഒരു സബ്ജക്ട് ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്ട് തന്നെയാണ്, സമൂഹത്തിൽ അറിയേണ്ടതാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു ഇതാണ്. ഉറപ്പായിട്ടും അതുകൊണ്ടാണല്ലോ നമ്മള് ഇതില് ഈ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് നിശ്ചിതമായിരുന്നു. അതിന്റെ വാശി തന്നെയായിരുന്നു ചെയ്യണം. നാസിറോട് സംസാരിച്ചപ്പം ഉറപ്പായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ള അതൊരു നടന്റെ സപ്പോർട്ടോട് കൂടിയാണ്. എന്താ പറയുക, പലരും കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ പേടിയാണ് എന്ന് പറയുമ്പോഴും ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നാസിറോട് സപ്പോർട്ട് തന്നെയാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. താങ്ക് യു. അതുപോലത്തെ ആഘോഷവും കാര്യങ്ങളൊക്കെ അന്ന് കണേക്കാളും ഡബിൾ റെഡിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റി. അടിപൊളി ആദ്യമായിട്ടാണ് തിയേറ്ററിൽ തിയേറ്ററിലെ ഡെയിലി വന്ന് കാണാൻ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ. ബ്രോ, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം സ്വന്തമായിട്ടും തിയേറ്റർ കേട്ട സമയത്ത്? ഷോ കഴിഞ്ഞാല് വാഹനമാരി കൊടുക്കേണ്ടതാണ്. അടുത്ത ഷോയുടെ വണ്ടിയിലേക്കുന്നതാണ്. വണ്ടികൾ കംപ്ലൈന്റ് വേണ്ടി കൊണ്ട് വരുന്നത് ദയവ് ചെയ്ത് വാഹനമാരി കൊടുക്കാം. അങ്ങനെയൊക്കെ കണക്കൂട്ടാം. പുരുഷപക്ഷത്തിലാണ് പണം പോകുന്നതെങ്കിൽ അതുപോലെ തന്നെയാണ് പാട്ടും പോകുന്നത്. പുരുഷന്മാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പാട്ടിലും പറഞ്ഞു പോകുന്നത്. പിന്നെ ആ പടത്തിന്റെ ക്രെഡിറ്റ് കാർഡിൽ പാട്ട് നല്ലപോലെ വരുന്നുണ്ട്. എല്ലാവരും അത് കേൾക്കാൻ മിസ് ചെയ്യരുത്. പുതിയ ഒരു ജനറേഷൻ ഇഷ്ടപ്പെടുന്ന പടം മൊത്തത്തിൽ ഒരു എല്ലാ ജനറേഷനെയും ചെയ്തിട്ടാണെങ്കിലും പാട്ട് വന്നേക്കുന്ന കുറച്ചുകൂടെ പുതിയൊരു ജനറേഷനെ ബൂസ്റ്റ് ചെയ്യുന്നൊരു പാട്ടൊരു വീഡിയോ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് എല്ലാ ജനറേഷനുള്ള ഒരു പടമാണ്. ഒരു കുടുംബ പ്രേക്ഷകർക്ക് മാത്രമുള്ളതല്ല, മെയിനായിട്ട് യൂത്തിനുള്ളതാണ്. കാരണം ഇതിനെ പറ്റിയിട്ടുള്ള അവബോധം എല്ലാവർക്കും വേണം.